നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് സവാളയുടെ ഉപയോഗങ്ങളെ പറ്റിയിട്ട് മനസ്സിലാക്കാം. ഉള്ളി അല്ലെങ്കിൽ സവാള എന്ന് നമ്മൾ പറയും. നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വെജിറ്റബിൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിസ്സംശയം എല്ലാവർക്കും പറയാൻ പറ്റും സവാളയാണ്. പ്രൊഡക്ഷനും ഒത്തിരി കൂടുതലാണ്, അതുപോലെ തന്നെ ഉപയോഗവും വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇതിനെന്തൊക്കെ ഔഷധ ഗുണങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ പ്രയോഗങ്ങൾ ഇതുകൊണ്ട് ചെയ്യാമെന്ന് മനസ്സിലാക്കുന്നത് നല്ലതല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. ആദ്യമേ തന്നെ ഔഷധമായിട്ടും ആഹാരമായിട്ടും ഒരേപോലെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ ഉള്ളി എന്നത്. നമ്മൾ അറിയാതെ തന്നെ ഇത് കഴിക്കുമ്പോൾ പല ഔഷധ ഗുണങ്ങളും നമ്മുടെ ശരീരത്തിൽ പല മാറ്റങ്ങളും അല്ലെങ്കിൽ പല ഗുണങ്ങളും ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് വളരെയധികം ന്യൂട്രിയൻസ് ഉണ്ട്, പാക്ഡ് വിത്ത് ന്യൂട്രിയൻസ് ആണ്. വിറ്റമിൻ സി നമുക്ക് വളരെ കൂടുതലുണ്ട് ഇതിനകത്ത്. നമുക്കിപ്പോൾ ഓറഞ്ചൊക്കെ പോലെ തന്നെ വിറ്റമിൻ സി കൂടുതലുള്ളൊരു, അല്ലെങ്കിൽ പേരയ്ക്ക പോലെ തന്നെ വിറ്റമിൻ സി വളരെ കൂടുതലുള്ളൊരു കാര്യമാണ് ഈ ഒരു സവാള എന്നുള്ളത്. അപ്പോൾ ഈ വിറ്റമിൻ സി ഇത്ര കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പല ഗുണങ്ങളും ഉണ്ടാകുന്നുള്ളൂ. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ സ്ട്രോങ് ആക്കുന്നു, രോഗപ്രതിരോധ ശേഷി വളരെ വർദ്ധിപ്പിക്കുന്നു, മാത്രമല്ല കൊളാജൻ പ്രൊഡക്ഷനെ കൂടുതലാക്കുന്നു. അതുകൊണ്ട് ഉള്ളി കൂടുതലായിട്ട് റോ ആയിട്ട്, അതായത് പച്ചയ്ക്ക് കഴിക്കുന്ന ആൾക്കാർക്ക് നല്ല മുടിയും അതുപോലെ സ്കിന്നിൻ്റെ ആ ഒരു നല്ല തിളക്കവും കാണാൻ, സ്ഥിരമായിട്ട് ഉള്ളി കഴിക്കുന്നവർക്ക് ആ ഒരു വയസ്സായ ഏജായ ഫീല് ആ ഒരു സ്കിന്നിൽ ഉണ്ടാവുന്നില്ല. അത് ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ സെൽ ആൻഡ് ടിഷ്യൂ റിപ്പയറിന് വേണ്ടിയിട്ട്, ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ റിപ്പയറിന് വേണ്ടിയിട്ടും ഈ വിറ്റമിൻ സി ഇത്ര അധികം നമുക്ക് വേണം. അതുപോലെ അയണിൻ്റെ അബ്സോർപ്ഷന് വേണ്ടിയിട്ട് വിറ്റമിൻ സി വേണം. നമുക്കറിയാം ആൻറ്റി ഓക്സിഡൻ്റ് ആണ് പവർഫുൾ ഈ ഒരു വിറ്റമിൻ സി എന്നുള്ളത്. അപ്പം അത്രയേറെ ഒത്തിരി ഗുണങ്ങൾ ഈ വിറ്റമിൻ സിയിൽ നിന്ന് തന്നെ നമ്മൾക്ക് ഉള്ളിയിലുള്ളതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഫോളേറ്റ്, വിറ്റമിൻ B6 ഒക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അത് നമ്മുടെ നെർവ് ഫങ്ഷന് വളരെയധികം അത്യാവശ്യമാണ്. റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്, RBC കൂടുതലായിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ടും അതുപോലെ മസിൽസിൻ്റെ ആ ഒരു പ്രവർത്തനത്തിനും വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു B വിറ്റമിൻസ് വളരെ അത്യാവശ്യമാണ്. അതും അടങ്ങിയിട്ടുണ്ട്. പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഭക്ഷണങ്ങളിൽ കിട്ടാൻ വളരെ പ്രയാസമുള്ള ഒരു മിനറലാണ് പൊട്ടാസ്യം എന്നുള്ളത്. അതും ഈ ഒരു നെർവ്സിൻ്റെ ഫങ്ഷന് വേണ്ടിയിട്ടും കിഡ്നിയുടെ ആ യഥാർത്ഥ ഒരു ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടും മസിൽസിൻ്റെ ആ ഒരു കോൺട്രാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനം നിലനിർത്താൻ വേണ്ടിയിട്ടും സഹായകരമായ ഒന്നാണ് പൊട്ടാസ്യം എന്നുള്ളത്. അതുകൊണ്ട് ഉള്ളിയിൽ പൊട്ടാസ്യം നന്നായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ക്വിസറ്റൈൻ എന്ന് പറഞ്ഞിട്ടൊരു കോമ്പൗണ്ട് മെയിനായിട്ടും അടങ്ങിയിട്ടുണ്ട്. അതൊരു മെയിൻ കെമിക്കൽ കോമ്പൗണ്ടാണ് ഈ ഒരു സവാളയിൽ അടങ്ങിയിട്ടുണ്ട്. അത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് അതുകൊണ്ട് തന്നെ ഇൻഫ്ലമേഷൻസ് മൂലമുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് ഉള്ളി എന്നുള്ളത്. ഹാർട്ട് ഡിസീസിൻ്റെ റിസ്ക് വളരെയധികം കുറയ്ക്കുന്നുണ്ട് ഈ ഒരു സവാള. അതുപോലെ BP റെഡ്യൂസ് ചെയ്യാൻ നല്ലതാണ്. അതുപോലെ ബ്ലഡ് ഷുഗർ റെഗുലേറ്റ് ചെയ്യാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനും ഒക്കെ നമുക്ക് ഈ ഒരു സവാള ഉപയോഗിക്കാവുന്നതാണ്. ഏത് അസുഖക്കാർക്കും ഒരു പ്രശ്നവുമില്ലാതെ കഴിക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിളാണ്. കാരണം ഡൈജഷൻ ഒന്നും ഒട്ടുമിക്ക ആൾക്കാർക്കും ഉള്ളി പ്രോബ്ലം ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ ഡൈജഷൻ കൂട്ടുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വീക്ക് ഡൈജസ്റ്റീവ് പവറുള്ള അസുഖമുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ക്രോണിക് ആയിട്ടുള്ള അസുഖം മൂലം പ്രശ്നമുള്ള ആൾക്കാർക്കും, കോൺസ്റ്റിപ്പേഷനുള്ള ആൾക്കാർക്കൊക്കെ ഇത് സവാള കഴിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവുന്നില്ല. എന്നാൽ അലിസിൻ എന്ന് പറഞ്ഞിട്ടൊരു കോമ്പൗണ്ട്, നമ്മൾ വെളുത്തുള്ളിയിലൊക്കെ കാണുന്ന അലിസിൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഇതിനകത്തുള്ളത് കൊണ്ട് തന്നെ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവിനെ ഇത് കൂട്ടുന്നു എന്നുള്ളത് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഈ ഒരു സവാള. അതുകൊണ്ട് തന്നെ ലൈംഗിക ശേഷി കുറവിനും പ്രീമച്വർ ഇജാക്കുലേഷനും ഒക്കെ നമുക്ക് പുരുഷന്മാർക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് ഉള്ളി. അതും വേവിക്കാതെ ഉപയോഗിക്കണം എന്നുള്ളതാണ്. റോ ആയിട്ട് പച്ച ഉള്ളി കഴിക്കുന്നത് ഗുണം ചെയ്യും എന്നുള്ളത് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൈനസൈറ്റിസ് ഉള്ള ആൾക്കാർക്ക് ഇപ്പം പിന്നെ മുഖത്ത് അല്ലെങ്കിൽ നമ്മുടെ മൂക്കിൻ്റെ രണ്ട് സൈഡിലായിട്ടും കുറച്ചൊരു ഒരു സ്വെല്ലിങ് പോലെ വരിക, അതുപോലെ സൈനസുകളിൽ കഫം കെട്ടി നിൽക്കുക, ഭയങ്കര തലവേദന വരിക, അലർജി, തുമ്മൽ, ഈ വരുന്ന അവസ്ഥയിലൊക്കെ പച്ച ഉള്ളി ചവച്ചരച്ചിട്ട് അതിൻ്റെ നീരിറക്കുന്നത് ഈ കഫം ഇളകി വരാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വേറെ ഒരു ഇതുണ്ട്. അതായത് നമ്മൾ കുറച്ച് ഉള്ളി സവാള അരിഞ്ഞതെടുക്കുക, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കുക, കുറച്ച് തേൻ, ഇവയെല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ വായിലിട്ട് തന്നെ ചവച്ചരച്ച് കഴിക്കുന്നത് ഈ സൈനസൈറ്റിസ് മൂലം ഉണ്ടാകുന്ന കഫക്കെട്ടിനും അതുപോലെ തലവേദനയ്ക്കും വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ ആയുർവേദത്തിലും ഒത്തിരി മെഡിസിൻസിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു സവാള എന്നുള്ളത്. അപ്പോൾ ഒത്തിരി പിന്നെ മുറിവെണ്ണ പോലത്തെ എണ്ണകളിലൊക്കെ ഇത് ഉള്ളി ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വിഭാഗം എന്ന് പറയുന്നത്, അതായത് ആഫ്റ്റർ ഡൈജഷൻ ഇതിൻ്റെ ഒരു ഗുണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ചൂടാണോ തണുപ്പാണോ എന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട്. സവാള ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിൽ ചൂടാണോ തണുപ്പാണോ എന്ന്. അത് നമ്മൾ അനുഷ്ണം എന്ന് പറയും. അതായത് അധികം ചൂടുമല്ല അധികം തണുപ്പുമല്ല, ഏകദേശം ഒരു നടുക്ക് നിൽക്കുന്ന ഒരു വെരി ഹോട്ട് പൊട്ടൻസി ഉള്ള സാധനമല്ല, എന്നാൽ അധികം തണുപ്പുള്ള ഒരു സാധനമല്ല സവാള എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്.
തൊണ്ടവേദന ഉള്ള ആൾക്കാർക്ക് സവാളയുടെ നീര് ഇറക്കി കഴിക്കുന്നതും തൊണ്ടയുടെ പുറത്ത് ഈ സവാള നീര് പരട്ടുന്നതും ഗുണം ചെയ്യുന്നതാണ്. അത് പെട്ടെന്ന് തൊണ്ടവേദന ശമിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. എല്ലാവരും കഴിക്കുമെങ്കിലും ആ നീര് പുറമേ പരട്ടാറില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഡൈജസ്റ്റീവ് ഇഷ്യൂസ്, ഞാൻ പറഞ്ഞ പോലെ കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉള്ള ആൾക്കാർക്ക് റോ ആയിട്ട് പച്ചയ്ക്ക് സവാള ഉള്ളി ചവച്ചരച്ച് കഴിക്കുന്നത് ഗുണം ചെയ്യുന്നതാണ്. റെസ്പിറേറ്ററി ഹെൽത്തിന് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. അതായത് കഫമൊന്നും അങ്ങനെ അടിയാതെ ഉറയ്ക്കാതെ ആ ഒരു കഫം കറക്റ്റായിട്ട് നമുക്ക് തുപ്പിപ്പോവാൻ കിട്ടുന്ന രീതിയിലേക്ക്, കാർക്കിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന രീതിയിലേക്ക് ആക്കും ഈ ഒരു സവാള കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ റെസ്പിറേറ്ററി ഹെൽത്തിനും നന്നായിട്ട് ഗുണം ചെയ്യുന്ന ഒന്നാണ്. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു തലവേദന, മൈഗ്രെയിൻ മൂലമുള്ള തലവേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെഡേക്ക് മൂലം പ്രശ്നം ഉള്ള ആളാണെങ്കിൽ ഒരു ഇൻസ്റ്റൻറ്റ് റിലീഫ് എന്നതുപോലെ സവാളയുടെ നീര് നമ്മൾ നെറ്റിയിൽ പുരട്ടുന്നത് ഗുണം ചെയ്യും. കുറച്ച് സവാള ചവച്ചരച്ച് കഴിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ സന്ധിവേദന ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. പ്രധാനമായിട്ടും വാദം മൂലം, എല്ലിൻ്റെ തേയ്മാനം മൂലമൊക്കെ സന്ധിക്ക് ഒരു നീര് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പ്രധാനമായിട്ടും മുട്ടിൻ്റെ സന്ധിക്കായിരിക്കും, നമ്മുടെ കാൽമുട്ടിനായിരിക്കും പ്രധാനമായിട്ടും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകുക. അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് സവാള അരച്ചിടാം. കുറച്ച് ഉപ്പും ചേർത്തിട്ട് സവാള അരച്ച ആ ഒരു ജോയിൻറ്റിൽ ഇടുന്നത് ഒരു താൽക്കാലിക റിലീഫ്, വേദനയ്ക്കും ആ ഒരു നീരിനും താൽക്കാലിക ശമനം കിട്ടുമെന്നുള്ളതാണ്. ഇതൊരു മെഡിസിൻ അല്ല, എന്നാൽ പോലും ഒരു ഹോം റെമഡി ആയിട്ട് നമ്മൾ ഉപയോഗിക്കാം. അതിന് പ്രധാനമായിട്ട് നമ്മൾ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ഇത് വേവിക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ, അതിൻ്റെ പകുതിയോളം ഗുണങ്ങൾ നഷ്ടപ്പെടുന്നു ഓവറായിട്ട് വേവിക്കുമ്പോൾ. അതുകൊണ്ട് ഓവറായിട്ട് വേവിക്കാതോ അല്ലെങ്കിൽ പച്ചയ്ക്കോ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ ഇങ്ങനെ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഉള്ളി എല്ലാവർക്കും ഭയങ്കര ഗുണപ്രദമാണ് അല്ലെങ്കിൽ എല്ലാവർക്കും പറ്റുമെന്ന് നിങ്ങൾ കരുതാണ്. ഇത് പറ്റാത്ത ആൾക്കാരുമുണ്ട്. ഈ ഉള്ളി കഴിച്ച് കഴിയുമ്പോൾ ഭയങ്കര വീക്ക് ഡൈജസ്റ്റീവ് എൻസൈംസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഉള്ളി കഴിച്ച് കഴിയുമ്പോൾ കറക്റ്റായിട്ട് ഡൈജസ്റ്റ് ആവാത്ത അവസ്ഥ വരും, അല്ലെങ്കിൽ ഒരു പുളിച്ചു തകട്ടലുണ്ടാകുന്ന അവസ്ഥ, ഗ്യാസ് ഭയങ്കരമായിട്ടും കൂടുന്ന അവസ്ഥ ഉണ്ടാകും. പ്രത്യേകിച്ച് IBS അല്ലെങ്കിൽ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്ന് പറയുന്ന ആൾക്കാർക്ക് റോ ആയിട്ടുള്ള ഉള്ളി, നമ്മളിപ്പോൾ സാലഡ്സിലൊക്കെ ഇടുന്ന ഉള്ളി തീരെ പറ്റില്ല. അവർക്ക് ഭയങ്കര ബ്ലോട്ടിംഗ് ഉണ്ടാക്കും, ഗ്യാസ് ഉണ്ടാക്കും, വയറുവേദന ഉണ്ടാക്കും, അങ്ങനെ ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവർക്കും ഒന്നും പറ്റുന്ന കാര്യമില്ല. എന്നാൽ മിക്ക ആൾക്കാർക്കും സ്യൂട്ടബിളായിട്ട് പോകുന്ന ഒരു കാര്യമാണ് ഈ ഉള്ളി എന്നുള്ളത്. നല്ല ബെനിഫിറ്റ്സ് ഉണ്ട് താനും. മിക്ക ആൾക്കാരുടെയും ഒരു പ്രോബ്ലമാണ് ഉള്ളി കഴിച്ച് കഴിയുമ്പോൾ സ്വെറ്റിന് അല്ലെങ്കിൽ വിയർപ്പിന് ഒരു ഉള്ളിയുടെ സ്മെല്ല് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മലത്തിൽ ഒരു ഉള്ളിയുടെ സ്മെല്ല് ഉണ്ടാകുന്നു എന്നുള്ളത്. അത് കുഴപ്പമില്ലാത്ത കാര്യമാണ്. കാരണം ഇതിൻ്റെ അകത്ത് ഈ ഉള്ളിക്കകത്തുള്ള സൾഫർ കോമ്പൗണ്ട്സ് നമ്മൾ ബോഡി അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ അത് സ്വെറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അങ്ങനെ റിയാക്ട് ചെയ്തിട്ടാണ് ഒരു സൾഫറിൻ്റെ ഒരു സ്മെല്ല് അല്ലെങ്കിൽ ഒരു ഉള്ളിയുടെ സ്മെല്ല് വരുന്നത്. അത് കുഴപ്പമില്ലാത്തതാണ്, നമുക്ക് കഴിക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. അതൊരു ഹെൽത്ത് ഇഷ്യൂ അല്ല. അപ്പം ഇത്രയുമാണ് സവാളയെക്കുറിച്ചിട്ടുള്ള പ്രധാനമായിട്ടും. ഇത് നല്ല ബെനിഫിറ്റ് ഉണ്ട്. സവാള റോ ആയിട്ട് കഴിക്കുന്ന ആൾക്കാർക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ്. നിങ്ങളൊന്ന് കഴിച്ചു നോക്കൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉള്ളി കുറച്ച് കുറവ് കഴിക്കുന്ന ആളാണെങ്കിൽ ഒരു ഉള്ളിയോളം, പല കളറുള്ള ഉള്ളിയുണ്ട്. വയലറ്റ് നിറം, ഇച്ചിരി റെഡ്, വെള്ള, ഏകദേശം എല്ലാത്തിനും സിമിലർ ആയിട്ടുള്ള, റെഡാണ് അതിൽ മുൻപന്തിയിൽ എന്ന് പറയും, എങ്കിലും ഏകദേശം എല്ലാത്തിനും സിമിലർ ആയിട്ടുള്ള ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു ന്യൂട്രിയൻസ് തന്നെയാണ് അതിലുള്ളത്. അതുകൊണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഞാൻ മേൽ പറഞ്ഞ പ്രശ്നം ഉണ്ടെങ്കിൽ ഉള്ളി കഴിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാകും. ഇനിയിപ്പം നമ്മുടെ നാടുകളിൽ ഒരു നാടൻ പ്രയോഗങ്ങളിൽ ഉള്ളിയുടെ വേറെ വേറെ ഒത്തിരി പ്രയോഗങ്ങൾ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ളി കഴിച്ചപ്പോൾ ഫീൽ ചെയ്ത എന്തെങ്കിലും ഒരു പോസിറ്റീവ് കാര്യം അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ ഇത് കാണുന്ന ആൾക്കാർ കമൻസിൽ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഇത് വീഡിയോ കണ്ട് ഇതിൻ്റെ കമൻസ് വായിക്കുന്ന ആൾക്കാർക്കും അത് വളരെ ഉപകാരപ്രദമാകുന്നുണ്ട്. നമ്മുടെ എല്ലാ വീഡിയോസിലും അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെയും കൂടെ ഒരു അഭിപ്രായം ഇടുമ്പോൾ അത് ബാക്കിയുള്ളവർക്കും കൂടെ അതിൻ്റെ ആ ഒരു പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.